പ്രഖ്യാപനമായില്ലെങ്കിലും ചൂടേറി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കളായ മറിയ ഉമ്മനും അച്ചു ഉമ്മനും മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി ചാണ്ടി ഉമ്മൻ എം.എൽ.എ. തെരഞ്ഞെടുപ്പിൽ സഹോദരിമാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് തന്നോടാരും പറഞ്ഞിട്ടില്ല. ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും ചാണ്ടി ഉമ്മൻ 24-നോട് പറഞ്ഞു. രാഷ്ട്രീയമായി എനിക്ക് വിയോജിപ്പുള്ള ശ്രീ എം മണിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടു. ഇനി ഞങ്ങൾ കമ്മിറ്റിക്ക് പോകണ്ടല്ലോ. അതേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്റെ അറിവിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ താല്പര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കതല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പാർട്ടി ആരെ നിർത്തിയാലും നമ്മൾ സ്വാഗതം ചെയ്യും. പാർട്ടിക്ക് ആരെ വേണേ നിർത്താം. പാർട്ടിയുടെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അവര് ഞങ്ങളോട് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ ചേർന്നൊരു തീരുമാനമെടുക്കും. ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ മുന്നിലില്ല. അങ്ങനെ ഒരു ചോദ്യം പാർട്ടി പറയട്ടെ. പാർട്ടി പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പൊ പാർട്ടി നിർബന്ധിക്കുവാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. പക്ഷെ അങ്ങനെ ചോദ്യം ഇല്ലാത്തപ്പം, അങ്ങനെ താല്പര്യം ഇവരും പ്രകടിപ്പിക്കാത്തപ്പം ഞാൻ എങ്ങനെ പറയാൻ സാധിക്കും ഈ കാര്യങ്ങൾ? പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ചാണ്ടി ഉമ്മനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ് പ്രതികരിച്ചു. MLA ആയിട്ട് ഉമ്മൻചാണ്ടി മരിച്ച ഗ്യാപ്പില്ല വന്നത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ചാണ്ടി ഉമ്മൻ മാറേണ്ട സാഹചര്യമൊന്നുമില്ല. ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി നല്ല വിജയം ഉണ്ടായി. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി വീണ്ടും മത്സരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ആളാണ്. കാരണം യാതൊരു മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല. കാലം മാറിപ്പോയി. അതുകൊണ്ട് ഞങ്ങളൊക്കെ ദീർഘകാല MLA-മാരായിരുന്നവരാണ്. ആ ഒരു ജനറേഷൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ. അതുകൊണ്ട് ആ മത്സരം എന്ന അജണ്ട ഞങ്ങളുടെ മുമ്പിലില്ല. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, മറിയ ഉമ്മനും അച്ചു ഉമ്മനും മത്സരിച്ചേക്കും എന്ന തരത്തിൽ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പല മണ്ഡലങ്ങൾ പരിഗണിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. മറിയ ഉമ്മൻ്റെ കാര്യത്തിലാണെങ്കിൽ 3 മണ്ഡലങ്ങളിൽ അവരുടെ പേര് സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ചെങ്ങന്നൂരും ആറന്മുളയും ഉൾപ്പെടെ. എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് ടോബി? ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ചാണ്ടി ഉമ്മൻ ഇത് എവിടുന്നാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് കോൺഗ്രസ് നേതാക്കൾ ഇവരുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നതായിട്ട് ഒരു വിവരവും തനിക്കില്ല. കാരണം ഈ സഹോദരിമാർ രണ്ടുപേരുമായും താൻ സംസാരിച്ചിരുന്നതാണ്. അവരാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ടി അത് അറിയിച്ചാൽ അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അന്തിമ തീരുമാനം എന്തായാലും പാർട്ടിയുടേതാണ്. പാർട്ടി പറയുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീക്കുകയുള്ളൂ എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഇത്തവണ 100-ലധികം സീറ്റുകൾ വിജയിക്കുമെന്നുള്ള ഒരു അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്ന സീറ്റുകളിലെല്ലാം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി വിജയം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെങ്ങന്നൂരും ആറന്മുളയും പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ മറിയ ഉമ്മനെയും അച്ചുവിനെയൊക്കെ പരിഗണിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നത്. എന്തായാലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ നിലവിൽ ചാണ്ടി ഉമ്മൻ ആ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞ് ഈ പ്രശ്നം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാനും സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.